السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وكتبنا له في الألواح من كل شيء موعظة وتفصيلا لكل شيء فخذها بقوة وأمر قومك يأخذوا بأحسنها سأريكم دار الفاسقين. سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. والذين كذبوا بآياتنا ولقاء الآخرة حبطت أعمالهم هل يجزون إلا ما كانوا يعملون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വിവരണത്തിലൂടെയാണ് നമ്മുടെ ഈ പഠന പരമ്പര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കടൽ കടന്നതിന്റെ ശേഷം ഇസ്രായേൽ മക്കളെയും കൊണ്ട് മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു നിശ്ചയിച്ച പ്രദേശത്തേക്ക് യാത്ര പോവുകയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു 40 ദിവസത്തോളം സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് അള്ളാഹുവിന്റെ ക്ഷണപ്രകാരം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എത്തിപ്പെടുകയും അവിടെ വെച്ച് അള്ളാഹു അദ്ദേഹത്തോട് സംസാരിച്ച സന്ദർഭത്തിൽ, അള്ളാഹുവേ, എനിക്ക് നിന്നെയൊന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും എന്നാൽ അതിന് ഈ ലോകത്ത് സാധ്യമല്ല എന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വളരെ കൃത്യമായി ബോധ്യമാകും വിധം അതിന് അള്ളാഹു മറുപടി നൽകുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. അതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അവിടെ വെച്ചുകൊണ്ട് തൗറാത്ത് എന്ന് പറയുന്ന മഹത്തായ വേദഗ്രന്ഥത്തെ നൽകുകയാണ്. അതിന്റെ മുമ്പ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗ്രന്ഥമായിട്ട് ഒരു ലിഖിത രൂപത്തിൽ യാതൊന്നും തന്നെ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അല്ലാഹു തആല വിശദീകരിക്കുന്നു, വകതബ്നാ ലഹു ഫിൽ അൽവാഹി, നാം മൂസാ നബിക്ക് അഥവാ അദ്ദേഹത്തിന് വേണ്ടി നാം എഴുതി കൊടുത്തു, ഫിൽ അൽവാഹി, ലൗഹകളിൽ, പലകകളിൽ. തൗറാത്തിന്റെ പലകകളായിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ടത്. മിൻ കുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മൗഇളത്തൻ, സതുപദേശങ്ങളായും
വതഫ്സീലൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങൾക്കുമുള്ള വിവരണമായും കൊണ്ട് ആവശ്യമായ നിലക്കുള്ള മാർഗദർശനങ്ങളും വിവരണങ്ങളും ഉൾക്കൊള്ളുന്ന നിലക്കുള്ള തൗറാത്തിന്റെ പലകകൾ നാം അദ്ദേഹത്തിന് എഴുതി കൊടുത്തു. എങ്ങനെയാണ് അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്തിന്റെ പലകകൾ കൈമാറിയത് എന്നോ, അതല്ലെങ്കിൽ എപ്രകാരമായിരുന്നു ആ അൽവാഹികൾ എന്ന് പറയപ്പെട്ട ആ പലകകൾ എന്നോ, അതിൽ എപ്രകാരമാണ് എഴുതിക്കൊടുത്തത് എന്നോ ഒന്നും പരിശുദ്ധ ഖുർആനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളോ നമുക്ക് അറിയിച്ചു തരാത്തിടത്തോളം കാലം നമ്മൾ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് അപ്രസക്തമായിരിക്കും. അല്ലാഹുവും അവന്റെ റസൂലും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടില്ലാത്ത ഒന്നിനെ കുറിച്ച് വ്യാഖ്യാനിച്ച് നാം കഷ്ടപ്പെടേണ്ടതില്ല. നാം അടിയുറച്ച് വിശ്വസിക്കുന്നു, അല്ലാഹു മൂസ നബി അലൈഹിസ്സലാമിന് നൽകിയ ഏറ്റവും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയിട്ടുള്ള മഹത്തായ മാർഗദർശനം അടങ്ങുന്ന ഗ്രന്ഥമായിരുന്നു തൗറാത്ത് എന്ന്. അത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് പലകകളിൽ എഴുതിക്കൊടുത്തുകൊണ്ട് നൽകിയതിന്റെ ശേഷം അല്ലാഹു മൂസ അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു, ഫഖുദ്ഹാ ബിഖുവ്വത്തിൻ, ആകയാൽ ഇതിനെ നീ മുറുകെ പിടിച്ചോളണം, ശക്തിയായി നീ ഇതിനെ സ്വീകരിക്കുക, ഇതിനെ പിടിക്കുക. വഅ്മുർ ഖൗമക യഖുദൂ ബിഅഹ്സനിഹാ, ഇത് നിനക്ക് മാത്രമുള്ളതല്ല. വഅ്മുർ ഖൗമക, നിന്റെ ജനതയോട് നീ കൽപ്പിക്കുകയും ചെയ്യണം, നിന്റെ ജനതയോട് നീ കൽപ്പിക്കണം. യഖുദൂ ബിഅഹ്സനിഹാ, ഇതിലെ ഏറ്റവും മെച്ചപ്പെട്ട അഥവാ മുഴുവൻ മെച്ചപ്പെട്ട ഏറ്റവും ഉത്തമമായ നല്ല കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും. അതവരും മുറുകെ പിടിക്കാൻ നീ അവരോട് കൽപ്പിക്കുകയും ചെയ്യണം. സഉരീകും ദാറൽ ഫാസിഖീൻ, എന്നിട്ട് അല്ലാഹു അവിടെ ഗൗരവത്തോടുകൂടി ഒരു കാര്യം താക്കീത് നടത്തുകയാണ്. സഉരീകും, നിങ്ങൾക്ക് ഞാൻ വഴിയെ കാണിച്ചു തരുന്നതാണ്. ദാറൽ ഫാസിഖീൻ, തെമ്മാടികളുടെ ദുർവൃത്തരുടെ ഭവനം ഏതാണെന്ന് നിങ്ങൾ വഴിയെ കാണും. അഥവാ ഈ വേദഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ കിട്ടാൻ പോകുന്നത് സ്വർഗമാണ്. എന്നാൽ ഈ വേദഗ്രന്ഥത്തെ അവഗണനയിലേക്ക് തള്ളിക്കളയുകയും അതിലുള്ള നിയമനിർദ്ദേശങ്ങൾക്ക് കാതോർക്കാതിരിക്കുകയും അതിലുള്ള നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും തള്ളിക്കളയുകയും ചെയ്തുകൊണ്ട് ഫാസിഖുകളായിക്കൊണ്ട് ആരൊക്കെ ജീവിക്കുന്നുണ്ടോ അവർക്ക് ചീത്തയായ സങ്കേതം വരാൻ പോകുന്നുണ്ട്. അതവർക്ക് വഴിയെ ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും, നിങ്ങൾക്ക് നാം കാണിച്ചു തരും എന്ന കനത്ത താക്കീതോടുകൂടി ഇത് മുറുകെ പിടിക്കണം, ഇതനുസരിച്ച് ജീവിക്കണം, ഇത് താങ്കൾക്കും താങ്കളുടെ ഖൗമിനുമുള്ള മാർഗദർശനത്തിന്റെ ഗ്രന്ഥമാണ് എന്ന് കൃത്യമായി തന്നെ അരുൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് എന്ന് പറയുന്ന മഹനീയമായ ആ ലിഖിതം, ആ ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിയമങ്ങൾ അദ്ദേഹത്തിന് കൈമാറുകയാണ്. എന്നിട്ട് അല്ലാഹു തുടർന്നുകൊണ്ട് പറഞ്ഞു, എപ്പോഴും അള്ളാഹുവിന്റെ ആയത്തുകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവം അഹങ്കാരികൾക്കുണ്ടാകും. അവർക്ക് മാർഗദർശനത്തിന്റെ ഗ്രന്ഥങ്ങൾ കണ്ടാലും അവർ അതിനെ സ്വീകരിച്ചു കൊള്ളില്ല പല ആളുകളും. അതേ അവസരത്തിൽ ദുർമാർഗത്തിന്റെ വഴി കിട്ടിയാലോ ഒറ്റയടിക്ക് അതിന്റെ പിന്നാലെ അവർ പോവുകയും ചെയ്യും. അത്തരത്തിലുള്ള ആളുകളിൽ പെട്ടുപോകാതിരിക്കാനുള്ള ഒരു താക്കീത് എന്ന നിലക്ക് കൂടി അല്ലാഹു തുടർന്നുകൊണ്ട് പറയാണ്, സഅസ്രിഫു അൻ ആയാതിയല്ലദീന യതകബ്ബറൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ് വഇൻ യറൗ കുല്ല ആയത്തിൻ ലാ യുഅ്മിനൂ ബിഹാ വഇൻ യറൗ സബീലർ റുശ്ദി ലാ യത്തഖിദൂഹു സബീലാ وَإِن يَرَوْا سَبِيلَ الْغَيِّ يَتَّخِذُوهُ سَبِيلًا ذَلِكَ بِأَنَّهُمْ كَذَّبُوا بِآيَاتِنَا وَكَانُوا عَنْهَا غَافِلِينَ سَأَصْرِفُ عَنْ آيَاتِي, എന്റെ ആയത്തുകളിൽ നിന്ന് നാം തിരിച്ചു കളയുക തന്നെ ചെയ്യും. എന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകും. ആരെയാണ് തിരിച്ചുവിടുന്നത്? ആരാണ് വഴിമാറിപ്പോകുന്നത്? അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, ഭൂമിയിൽ ഒരു ന്യായവുമില്ലാതെ അന്യായമായി ഒന്നിനും വകുപ്പില്ല എന്നിട്ടും അഹങ്കാരികളായി ജീവിക്കുന്ന ആളുകൾ എന്റെ ആയത്തിൽ നിന്ന് നാം അവരെ തിരിച്ചുവിടും.
അവരത് ശ്രദ്ധിക്കൂല. അഹങ്കാരികളുടെ ലക്ഷണം എന്താണെന്നറിയോ? അവര് ഏത് ആയത്തുകൾ കണ്ടാലും അവർ വിശ്വസിക്കൂല. ഈ അഹങ്കാരികൾക്ക് അങ്ങനെ ഒരു തകരാറുണ്ട്. അവർക്ക് എത്ര ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്താലും, എത്ര ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു അങ്ങോട്ട് കാണിച്ചു കൊടുത്താലും അവര് വിശ്വസിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് കണ്ടില്ലേ, ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു. മുശ്രിക്കുകളുടെ ആവശ്യപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രത്യേകമായ ആ അനുമതി അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രദർശിപ്പിക്കുകയാണ്. അവർ കാണെ മക്ക രാജ്യത്ത് ഖമറദ രണ്ടായി കൊണ്ട് പിളരുന്നു. ഫിർഖതൈൻ വൻശഖൽ ഖമർ. പക്ഷേ അല്ലാഹു തആല പറഞ്ഞു വഇയറു കുല്ല ആയത്തിൻ യുരിദു അൻഹാ, ഏതായത്തുകൾ അവർ കണ്ടാലും യുരിദു അൻഹാ, അവരതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയും. സിഹ്റും മുസ്തമിർ, ഇതൊക്കെ നിലനിൽക്കുന്ന കേവലം മായാജാലമാണെന്ന് അവർ പറയും. ഇത് അറേബ്യൻ മുശ്രിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരുന്നുവെങ്കിൽ ഈ ഏർപ്പാട് മുമ്പേ ഉണ്ട്. അഹങ്കാരികൾ എപ്പോഴും തർക്കിക്കാനും സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് കുതറി മറ്റൊരു മാർഗത്തിലേക്ക് വഴിതിരിഞ്ഞു പോകാനും ഒക്കെയാണ് അവർ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഇവിടെ അഹങ്കാരികളെ കുറിച്ച് അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, അവരുടെ ലക്ഷണം വഇയറു കുല്ല ആയത്തിൻ ലാ യുമിനു ബിഹാ, അവർ എത്ര ആയത്ത്, എല്ലാ ആയത്തുകൾ കണ്ടാലും അവർ വിശ്വസിക്കുന്നതല്ല. വഇയറു സബീലർ റുശ്ദി ലാ യത്തഖിദൂഹു സബീലാ, അവര് സന്മാർഗത്തിന്റെ മാർഗം കണ്ടാലും ലാ യത്തഖിദൂഹു സബീലാ, അതൊരു മാർഗമായി അവർ സ്വീകരിക്കുകയില്ല. സന്മാർഗാന്നൊക്കെ ബോധ്യായാലും, ഇപ്പൊ ഫിറഔന് ബോധ്യായില്ലേ സന്മാർഗായിരുന്നു, പക്ഷെ അവൻ സ്വീകരിച്ചോ? ഈ സമൂഹത്തിന് ബോധ്യമായില്ലേ അതൊക്കെ സത്യായിരുന്നു, അവർ സ്വീകരിച്ചോ? ഇല്ല. അഹങ്കാരം മനുഷ്യന്റെ ഉള്ളിൽ കിടന്നാ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബിമാര് ചോദിച്ചല്ലോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് അവര് ചോദിച്ചത്, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ, അഹങ്കാരത്തിൽ നിന്ന് അണുത്തൂക്കം ഹൃദയത്തിലുള്ളവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാര് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് അവന്റെ നഅലി അഥവാ ചെരുപ്പും അവന്റെ സൗബും അവന്റെ വസ്ത്രവുമൊക്കെ നന്നായി കാണുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് അഹങ്കാരമാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അഹങ്കാരമല്ല, മറിച്ച് അഹങ്കാരം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നമൽ കിബ്ർ, കിബ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബത്റുൽ ഹഖ് വഗംതുൻ നാസ്, ബത്റുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കുക, വഗംതുൻ നാസ്, ആ സത്യം പറയുന്ന ആളുകളോട് തീരാത്ത പുച്ഛം, അവഗണന, ഇതാണ് കിബ്ർ. സത്യം മനസ്സിലാകാത്തത് കൊണ്ടല്ല, അവർ അംഗീകരിക്കൂല. അതാണ് അള്ളാഹു പറയുന്നത്, അവര് സന്മാർഗം കണ്ടാലും അവരത് മാർഗമായി സ്വീകരിക്കുന്നതല്ല. നേരെ മറിച്ച് ദുർമാർഗം കണ്ടാലോ, ദുർമാർഗത്തിന്റെ പാതകൾ അവർക്ക് കാണിച്ചു കൊടുത്താൽ, അഥവാ അതവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരതാണ് മാർഗമായി സ്വീകരിക്കുക, അതായിരിക്കും അവർക്ക് ഇഷ്ടം. സന്മാർഗം വ്യക്തമായാലും ദുർമാർഗമായിരിക്കും അഹങ്കാരികൾക്കെന്നും ഇഷ്ടം. അവരോട് നീ പ്രമാണം ഓതിക്കൊടുത്തിട്ട് കാര്യമില്ല, അവരോട് നീ വേദവചനങ്ങൾ ഓതിക്കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവന്റെ മനസ്സ് അത്രയും അഹങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ സത്യത്തെ കേൾക്കില്ല, അത് അംഗീകരിക്കില്ല. സത്യം പറയുന്നവരോട് പോലും അവന് അടങ്ങാത്ത പുച്ഛമായിരിക്കും. ദുർമാർഗം കണ്ടാൽ അവരതിനെ ഒരു മാർഗമായി സ്വീകരിക്കും. അവര് നമ്മുടെ സൂക്തങ്ങളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ നിമിത്തമാണ്. അവരതിനെ കുറിച്ചൊക്കെ അശ്രദ്ധരുമാകുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നറിയിപ്പ്, വല്ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവരാരോ,
വലിഖാഇൽ ആഖിറതി, പരലോകത്ത് നമ്മെ കണ്ടുമുട്ടണം എന്നതിനെയും കളവാക്കുന്നവരാരോ, ഹബിത്തത് അഅ്മാലുഹും, അവരുടെ സർവ്വ അമലുകളും പൊളിഞ്ഞുപോയി. ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ, അവരെ പ്രവർത്തിച്ച ചെയ്തികൾ നിമിത്തമല്ലാതെ അവർക്ക് പ്രതിഫലം നൽകപ്പെടുമോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. അപ്പൊ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സീനാ പർവ്വതത്തിന്റെ ആ സമീപത്ത് വെച്ച് തൗറാത്ത് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ സമൂഹത്തിന് ആവശ്യമായ നിലക്കുള്ള നിയമങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും അടങ്ങുന്ന ആ ലിഖിതങ്ങൾ പലകകളിലായി കൊണ്ട് നൽകുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇതനുസരിച്ച് ജീവിക്കേണ്ടെന്നതിന്റെ ഗൗരവവും പ്രാധാന്യവും ഉണർത്തി. ഇതിൽ നിന്ന് തെന്നിപ്പോകുന്നവരുടെ പര്യവസാനത്തെക്കുറിച്ച് ഉണർത്തി. പലപ്പോഴും സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് തെന്നിപ്പോകുന്നത് അഹങ്കാരികളായിരിക്കുമെന്ന് പറഞ്ഞുകൊടുത്തു. അഹങ്കാരികളുടെ ലക്ഷണങ്ങളും പറഞ്ഞുകൊടുത്തു. അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അവന്റെ നിയമങ്ങളെയും അവന്റെ വചനങ്ങളെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും നിഷേധിക്കുന്ന ആളുകൾക്ക് കിട്ടാനുള്ളത് എന്തായിരിക്കുമെന്ന് ഗൗരവത്തോടെ ഉണർത്തുകയും ചെയ്തു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ വക നിർദ്ദേശങ്ങളൊക്കെ നൽകുകയാണ്. അതിന്റെ കൂട്ടത്തിൽ അതിന്റെ ഇടക്ക് താനിവിടെ തന്റെ സഹോദരനായ ഹാറൂനിനെ പ്രതിനിധിയായി നിശ്ചയിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന്റെ ഇടയിൽ പാർപ്പിച്ചുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂർ പർവ്വതത്തിന്റെ അടുത്തേക്ക്, സീനാ പർവ്വതത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയെ വിട്ട് പോന്നിട്ട് 40 ദിവസം തികയാൻ പോവുകയാണ്. അതിന്റെ ഇടയ്ക്ക് ആ സമൂഹത്തിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന ആ പർവ്വതത്തിന്റെ സമീപത്തു നിന്ന് തൗറാത്തുമായി കൊണ്ട് മൂസാ നബി മടങ്ങിപ്പോരുന്നതിന്റെ മുമ്പായി തന്നെ അല്ലാഹു മൂസാ നബിക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു ചോദിക്കുന്നു, വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസാ ഖാലഹും ഉലൈ അലാ അസരി വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ. വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസാ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, മൂസ, നിന്റെ ജനതയെയും വിട്ട് നീ ധൃതിപ്പെട്ട് ഇവിടെ വരാൻ എന്താ കാരണം? നിന്റെ ജനതയെ അവിടെ ആക്കിയിട്ട് നീ ഇവിടേക്ക് വളരെ തിരക്ക് പിടിച്ച് വരാൻ എന്താ കാരണം? മൂസാ നബിയോട് അല്ലാഹു അദ്ദേഹം മറുപടി എടുത്തു, ഹും, ആ ജനത, ഉലായി അക്കൂട്ടർ അലാ അസരി, അവരെന്റെ അടുത്തന്നുണ്ട്, അവരെന്റെ പിറകെയുണ്ട്, അവരിന് പിന്നീട് വരും, അവരിപ്പോ അവിടെ ആക്കി പോന്നിട്ടാണുള്ളത്. അവരെ മുഴുവനും കൂട്ടി നിന്റെ അടുത്തേക്ക് വരുന്നതിന്റെ മുമ്പേ ഞാൻ തിരക്ക് കൂട്ടി നിന്റെ അടുത്തേക്ക് ഓടി വന്നത്, റബ്ബി, എന്റെ രക്ഷിതാവേ, ലിതർദാ, നീ തൃപ്തിപ്പെടാൻ വേണ്ടി തന്നെയാകുന്നു. നീ തൃപ്തിപ്പെടണേ എന്നെ. അതുകൊണ്ട് നിന്റെ കൽപ്പനക്ക് പെട്ടെന്ന് ധൃതി കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാ. അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോ ഒട്ടും മമാന്തിച്ചില്ല. അവരൊക്കെ കൂട്ടാൻ നിൽക്കുമ്പോഴേക്ക് നേരം വൈകൂലേ? അപ്പോഴേക്ക് എനിക്ക് പെട്ടെന്ന് ഇവിടെ എത്തണം. കാരണം എന്താ? നീ ഒരു കാര്യം പറഞ്ഞാ പിന്നെ വൈകിക്കാൻ പാടില്ല. നീ ഒരു കാര്യം നിർദ്ദേശിച്ചാ പിന്നെ ഉടനെ എത്തണം. എന്തിന്? വഅജിൽതു ഇലൈക റബ്ബേ, വഅജിൽതു ഇലൈക റബ്ബി, എന്റെ രക്ഷിതാവേ, ഞാൻ നിന്റെ അടുക്കലേക്ക് വളരെ ധൃതിപ്പെട്ട് ഓടിയെത്തിയത് ലിതർദാ, നീ പൊരുത്തപ്പെടാനാണ്, നീ തൃപ്തിപ്പെടാൻ വേണ്ടിയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ വചനം പണ്ഡിതന്മാർ ഏറെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ നമുക്കൊരുപാട് ഗുണപാഠങ്ങൾ ഉണ്ടെന്ന് പണ്ഡിത ലോകം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുമുണ്ട്. കാരണം എന്താണ്? ഇത് റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് എന്നാണ് പണ്ഡിതന്മാര് പറയാണ്. അല്ലാഹുവേ, യാ റബ്ബ്, എന്റെ രക്ഷിതാവേ, അജ്ജലനി ഇലൈക വല്ലദീ അജ്ജലനി ഇലൈക യാ റബ്ബി, എന്റെ റബ്ബേ, എന്നെ നിന്റെ അടുത്തേക്ക് വളരെ തിരക്ക് കൂട്ടി എത്തിച്ചത്, ഞാൻ പെട്ടെന്ന് നിന്റെ അടുത്തേക്ക് വന്നത് ത്വലബൻ ലിഖുർബിക, നിന്നോടുള്ള അടുപ്പത്തെ ആഗ്രഹിച്ചിട്ടാണ്. വമുസാറഅതൻ ഫീ റിളാക്,
നിന്റെ തൃപ്തി എനിക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിന്നോടുള്ള അടങ്ങാനാവാത്ത ആഗ്രഹവും മോഹവും കൊണ്ട് തന്നെയാണ്. കാരണം മെഹബൂബിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത്, ആ മെഹബൂബിനെ നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിത്വത്തെ തൃപ്തിപ്പെടുത്തുക എന്നത് ആ മെഹബൂബിനോടുള്ള അഥവാ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിത്തോട് നമ്മുടെ സ്നേഹം കറകളഞ്ഞതാണെന്നുള്ളതിന്റെ ലക്ഷണമാകുന്നു. നമുക്കൊരാളോട് സ്നേഹമുണ്ടെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്നേഹം തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതെങ്ങനെയാ? സ്നേഹിക്കപ്പെടുന്ന വ്യക്തി എന്താണ് പറഞ്ഞാലും ഉടനെയാണ് അനുസരിക്കുക. അത് ഇവിടെ ഇതിൽ കൃത്യമായിട്ട് മൂസ നബി അലൈഹിസ്സലാമിന്റെ ആഗ്രഹം തന്നെ അതാണ്. റബ്ബേ, ഞാൻ വളരെ പെട്ടെന്ന് നിന്റെ അടുത്തേക്ക് വന്നത് നീ തൃപ്തിപ്പെടാനാ. അപ്പൊ അതിലൊരു സന്ദേശമുണ്ടെന്ന് പണ്ഡിതന്മാര് പറയാണ്. അതെന്താ? ഈ ആയത്ത് അറിയിച്ചു തരാണ്. അല്ലാഹുവിന്റെ തൃപ്തി തേടുക എന്നത് യകൂനു ഫിൽ മുസാറഅതി ഇലാ ത്വാഅതിഹി, വളരെ പെട്ടെന്ന് റബ്ബിനെ അനുസരിക്കാൻ ധൃതി കൂട്ടുന്നതിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അള്ളാന്റെ തൃപ്തി നേടണമെങ്കിൽ അള്ള ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുന്നതിൽ നമ്മൾ മുന്നോട്ട് വരണം. വളരെ തിരക്ക് കൂട്ടണം, വളരെ ധൃതി കൂട്ടണം. അതുകൊണ്ട് തന്നെയാണ് വലിദാലിക കാനത്ത് അഹ്കാമു ശർഇയ്യ മത്ലൂബ ബി അൽഫാദ് അൽ മുസാബഖ വൽ മുസാറഅ വൽ അജല വസ്സഇ. അതായത് പറയുന്നതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ശർഇയ്യായ വിധിവിലക്കുകളൊക്കെ അതൊക്കെ നമ്മോട് പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിന്റെയൊക്കെ കൂടെ ധൃതി കൂട്ടുവാനും ആ കാര്യത്തിലേക്ക് തിരക്ക് കൂട്ടുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനും അതിനുവേണ്ടി അധ്വാനിക്കുവാനും ഒക്കെ അല്ലാഹ് പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഖൗലിഹി, അല്ലാഹുവിന്റെ വാക്ക് പോലെ, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കേണ്ട കാര്യത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് പോകണേ. ജുമുഅയുടെ ആയത്തില് ജുമുഅനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് അല്ലാഹ് പറഞ്ഞു, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വിശ്വാസികളെ, വെള്ളിയാഴ്ച ദിനം വരെ ജുമുഅക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുവാനുള്ള ആ ദിക്റിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു പോകുവീൻ. വദറുൽ ബൈഅ, കച്ചവടം ഒഴിവാക്കുവീൻ. ജുമുഅ എന്ന് പറയുന്ന മഹത്തായ പുണ്യകർമ്മത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിൽ നിങ്ങൾ വളരെ ശ്രദ്ധ കാണിക്കണം, അധ്വാനം കാണിക്കണം, വളരെ ആവേശം കാണിക്കണം. ഇനി പാപമോചനം കിട്ടേണ്ട കാര്യവും സ്വർഗത്തെക്കുറിച്ചും പറഞ്ഞിടത്ത് അല്ലാഹ് എന്താ പ്രയോഗിച്ച പദം? വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നഹ. വസാരിഊ, നിങ്ങൾ ധൃതിപ്പെടുവീൻ, നിങ്ങൾ ധൃതി കാണിക്കുവീൻ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനം കിട്ടേണ്ട കാര്യങ്ങളിലേക്ക് ധൃതിപ്പെട്ടു പോകൂ. അള്ളാന്റെ അടുക്കൽ നിന്ന് മഗ്ഫിറത്ത് കിട്ടാൻ വേണ്ട കാര്യങ്ങളിലേക്ക് ധൃതിപ്പെട്ടു പോകൂ. പിന്നെ ആവാമെന്ന് നീട്ടിവെക്കല്ല. വൽ ജന്ന വജന്ന വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, സ്വർഗത്തിലേക്ക് അഥവാ സ്വർഗം നേടാൻ നിങ്ങൾക്ക് കാരണമാക്കുന്ന, നിങ്ങളെ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുന്ന കാര്യങ്ങളിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറണേ. അമാന്തം കാണിക്കല്ല, പിന്നോട്ടടിക്കല്ല, പിന്നേക്ക് നീട്ടിവെക്കല്ല. ആ കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് അല്ലാഹ് പ്രയോഗിക്കുന്ന മുസാറ, സാരിയോ. ഇനിയും നോക്കൂ, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും എന്ന് സൂറത്ത് ഹദീദിൽ 21-ാമത്തെ ആയത്തിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും സാബിഖൂ, മറ്റേടത്ത് സാരിഊ എന്നാണ്. ആലി ഇംറാൻ 133-ാമത്തെ ആയത്തിൽ സാരിഊ എന്നാണ് പ്രയോഗിച്ചതെങ്കിൽ സൂറത്തുൽ ഹദീദിലെ 21-ാമത്തെ ആയത്തിൽ സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന എന്നാണ് പറഞ്ഞത്. സ്വർഗം കിട്ടാൻ ആവശ്യമായ സ്വർഗത്തിലേക്ക്, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് മത്സരിച്ചോടണേ, മത്സരിച്ച് മുന്നേറണേ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, രണ്ട് സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു. സൂറത്തുൽ ബഖറ 148-ലും സൂറത്തുൽ മാഇദ 48-ാമത്തെ ആയത്തിലും പറഞ്ഞു, ഫസ്തബിഖുൽ ഖൈറാത്ത്. ഖൈറാത്തുകൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ മത്സരിച്ച് ചെയ്യണം, ധൃതിപ്പെട്ട് ചെയ്യണം എന്നാണ്. പിന്നേക്ക് നീട്ടിവെക്കരുത്. മഹാന്മാരായ അമ്പിയാക്കളെ സംബന്ധിച്ച് അള്ളാഹു പുകഴ്ത്തി പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്?
ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. ആരായിരുന്നു അമ്പിയാക്കളൊക്കെ? യുസാരിഊന ഫിൽ ഖൈറാത്തി, നല്ല നല്ല കാര്യങ്ങൾ വളരെ ധൃതി പിടിച്ച് അതിലേക്ക് ആവേശപൂർവ്വം തിരക്കിട്ട് മുന്നേറുന്നവരായിരുന്നു. അവര് സൽക്കർമ്മങ്ങളെ പിന്നെയാവാമെന്ന് പറഞ്ഞ് പിറകോട്ട് മാറ്റി വെക്കുന്നവരോ അതിൽ അലസത കാണിക്കുന്നവരോ അതിൽ കമ്മി വരുത്തുന്നവരോ ആയിരുന്നില്ല. വയദുഊനനാ, അവര് നമ്മോട് ദുആയിരന്നിരുന്നവരാണ്. റഗബൻ, വളരെ പ്രതീക്ഷയോടെ, വറഹബൻ, ഭയത്തോടെയും, വകാനൂ ലനാ ഖാശിഈൻ, അവര് നമ്മെക്കുറിച്ച് വളരെ ഭയഭക്തിയോടെ ജീവിച്ചവരുമായിരുന്നു എന്ന് അമ്പിയാക്കളെ സംബന്ധിച്ചും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ അടുത്തേക്ക് അള്ളാഹ് ചോദിച്ചു, എന്തത്ര തിരക്കൂട്ടി പോകുന്നത്, വളരെ പെട്ടെന്ന് എത്തിയല്ലോ മൂസ. അതിന് കൊടുത്ത മറുപടിയാ, അജിൽതു ഇലൈക റബ്ബി ലിതർദാ, റബ്ബേ നിന്റെ അടുത്തേക്ക് ഞാൻ വളരെ പെട്ടെന്ന് നിന്റെ കൽപ്പന മാനിച്ച് എത്തിച്ചേർന്നത് നീ തൃപ്തിപ്പെടാനാണ്, നിന്റെ തൃപ്തി നേടാനാണ്. അതാ നമ്മോട് പണ്ഡിതന്മാര് പറയുന്നത്, ഈ ആയത്ത് നീ ശരിക്കൊന്ന് ഗ്രഹിക്ക്. അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീ മുന്നേറ്. നിസ്കാരം അതിന് വിളിക്കപ്പെട്ട നീ അതിന്റെ മുൻപന്തിയിൽ ഉണ്ടാകണം. നല്ല കാര്യങ്ങളിൽ നീ മുൻപന്തിയിൽ ഉണ്ടാകണം. നല്ല മാർഗത്തിൽ നീ മുന്നോട്ട് പോകണം. അതേ അവസരത്തിൽ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞെടുത്തോ അള്ളാഹു പറഞ്ഞത്, നല്ല കാര്യങ്ങൾക്ക് അവർക്ക് പിന്നോക്കമാണ്. നല്ല കാര്യങ്ങളിൽ നിന്നവർ പലപ്പോഴും പിന്താനാണ് ഇഷ്ടപ്പെടുക. പല നിസ്സാര കാരണങ്ങളെ പെരുപ്പിച്ചു പറഞ്ഞിട്ട് വാസ്തവത്തിൽ അതൊന്നും ഒരു പ്രതിബന്ധമോ കാരണമോ അല്ല, ഒഴിഞ്ഞു മാറാനുള്ള വാചകങ്ങളായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ചില കാരണങ്ങൾ പറഞ്ഞിട്ട് സൽക്കർമ്മങ്ങളിൽ നിന്ന്, സൽവേദികളിൽ നിന്ന്, സൽസദസ്സുകളിൽ നിന്ന് മാറി നിൽക്കാനാണ് മുനാഫിക്കുകൾ ശ്രമിക്കുക എന്ന് അല്ലാഹു തആല വളരെ കൃത്യമായി തന്നെ വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ, മുനാഫിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത്, നിസ്കാരത്തിന് വേണ്ടി അവർ നിന്നാൽ തന്നെ ഖാമൂ കുസാലാ, അലസന്മാരായി കൊണ്ടാണ് അവർ നിസ്കാരത്തിന് നിൽക്കുന്നത്. ഒരു ഉന്മേഷം ഉണ്ടാവില്ല. നിസ്കരിക്കാൻ വേണ്ടി വരൂല മുനാഫിക്ക്, അധികവും വരൂല. എന്തെങ്കിലും തട്ടുമുട്ട് പറഞ്ഞ് ന്യായങ്ങൾ പറഞ്ഞിട്ട് പൊരേന്ന് നിസ്കരിക്കുക, അല്ലെങ്കിൽ തീരെ നിസ്കരിക്കാതാവുക, അല്ലെങ്കിൽ സമയം തെറ്റിക്കുക ഒക്കെ ചെയ്യും. ഇനി വന്നാൽ തന്നെ ഒരു ഉന്മേഷമുള്ളത് എപ്പോഴാ ഒന്ന് കഴിഞ്ഞിട്ടാണ് അവന്റെ ധാരണ. ഇമാമൊന്ന് നീട്ടി ഓതിയാൽ എന്തപ്പോ ഇയാളെന്ന് ഇങ്ങനെ വല്ലാതെ നീട്ടുന്നത് എന്നായിരിക്കും അവന്റെ ചിന്ത. കോട്ടുവായി ഇടുന്നു, അവന്റെ ആലസ്യത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നു. അവന് വല്ലാത്തൊരു വിഷമവും പ്രയാസമൊക്കെ അവനിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊന്ന് തീർന്നു കിട്ടാഞ്ഞിട്ട്. കാരണം അവൻ വന്നത് താല്പര്യപൂർവമല്ല. യുറാഊനന്നാസ, അവർ ജനങ്ങളെ കാണിക്കാനാണ് പലപ്പോഴും വരുന്നത്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, വളരെ തുച്ഛമായല്ലാതെ റബ്ബിനെ അവർ ഓർക്കുകയുമില്ല. അവരുടെ നിസ്കാരമൊക്കെ വളരെ പെട്ടെന്ന് തീരും. റുകൂഉം സുജൂദും അതുപോലെ തന്നെ അവരുടെ ഖിയാമും അവരുടെ തശഹ്ഹുദുകളുമൊക്കെ സെക്കൻഡുകൾ കൊണ്ട് അങ്ങ് പ്രവർത്തിച്ചു തീർക്കും. 4 റക്അത്തൊക്കെ നിസ്കരിക്കുന്നത് ചിലപ്പോ 1.5 മിനിറ്റ് കൊണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. വലാ യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിനെ അവർ ഓർക്കൂല ഇല്ലാ ഖലീല, വളരെ കുറഞ്ഞ സമയമല്ലാതെ, വളരെ കുറഞ്ഞ തോതിലല്ലാതെ. ഇതേ കാര്യം അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പിന്നെയും പറയാണ് മുനാഫിക്കുകളെ കുറിച്ച്. വലാ യഅ്തൂന സ്വലാത ഇല്ലാ വഹും കുസാലാ, ഇവിടെ നിസ്കാരത്തിന് നിന്നാൽ തന്നെ ഉന്മേഷം ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. ഈ ആയത്തിലോ വലാ യഅ്തൂന സ്വലാത ഇല്ലാ വഹും കുസാലാ, അലസതയോടുകൂടി അല്ലാതെ അവർ നിസ്കാരത്തിന് വരുന്നല്ല, വരൂല്ല, നിസ്കാരത്തിന് വരൂല. വരുന്ന തന്നെ അങ്ങനെ ആർക്കോ വേണ്ടി എന്തോ ചില ലക്ഷ്യം, താല്പര്യമൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഉളുവെടുത്ത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് ഉളുവെടുത്ത് മൻ തതഖറ മിൻ ബൈതിഹി, വീട്ടിൽ നിന്ന് തന്നെ ശുദ്ധീകരണം നടത്തി അള്ളാഹുവിന്റെ ഒരു ഭവനത്തിലേക്ക് നിസ്കാരം എന്ന് പറയുന്ന മഹത്തായ ലക്ഷ്യം, അതിലൂടെ സ്വർഗം, അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ നടന്നു നീങ്ങുമ്പോ അവന്റെ ഓരോ ലം യഖ്തു ഖുതുവതൻ, അവന്റെ ഓരോ കാലടികളും സ്റ്റെപ്പുകളും ഒന്ന് അള്ളാഹുവിങ്കലേക്ക് അവന്റെ ദറജ ഉയർത്തിക്കൊടുക്കുമ്പോ മറ്റേത് അവന്റെ അടുക്കൽ വന്നുപോയ ചെറു പാപങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയാണ് എന്നൊക്കെ വിശേഷിപ്പിച്ച ആ മഹനീയമായ നിയത്തോടെ ഒന്നുമല്ല അവൻ പോകുന്നത്.
അവനെന്തോ ഒരു ഒഴുക്ക് പോയിട്ടില്ലെങ്കിൽ എന്താ തോന്നുക എന്നുള്ള നിലക്കൊക്കെ പോവാണ്. ഇതൊന്ന് കഴിഞ്ഞു കിട്ടണല്ലോ എന്നാണ് അവന്റെ ധാരണ. അതാണ് അവരുടെ ഇബാദത്തിന്റെ രീതി. ചെലവഴിക്കുന്നിടത്തും അങ്ങനെ തന്നെ ആവേശപൂർവ്വം ഉണ്ടല്ലോ, താല്പര്യപൂർവ്വം കൊടുക്കുക. ഞാൻ എനിക്ക് ആദ്യം കൊടുക്കണം, എനിക്കതിന്റെ കൂലി കൂടുതൽ കിട്ടണം. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. മനസ്സ് വെറുത്തുകൊണ്ടല്ലാതെ അവരൊന്നും ചെലവഴിക്കുകയുമില്ല. താല്പര്യത്തോടെ കൊടുക്കൂല. ഇതിപ്പോ നിർബന്ധിപ്പിച്ച് എന്നെ കൊണ്ട് എഴുതിച്ചതാ, അല്ലെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. ഇനിയിപ്പോ ഇതെങ്ങനെ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോ എങ്ങനെ ഇങ്ങനെ ആർക്കോ വേണ്ടി വെറുത്ത് എന്തോ ഒരു നിർബന്ധത്തിന് ആരുടെയോ കാര്യങ്ങൾക്കും വാക്കുകൾക്കും ഒക്കെ വിധേയമായിട്ട് എന്തൊക്കെയോ ചെയ്യാൻ. അല്ലാതെ നിസ്കാരമാവട്ടെ, സക്കാത്താവട്ടെ, സദഖകളാവട്ടെ, ഇതെനിക്ക് വേണം, എന്റെ ഖബറിൽ ശാന്തി വേണം, എന്റെ പരലോകത്ത് സുരക്ഷിതത്വം വേണം എന്ന സദുദ്ദേശത്തോടെയൊന്നും അവർ ചെയ്യൂല. ഇത് നിഫാഖുള്ള മുനാഫിക്കുകളുടെ സ്വഭാവമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്താ? നല്ല കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യണം, അത് പിന്നേക്ക് നീട്ടിവെക്കരുത്. വാസ്തവത്തിൽ അൽ അജലതു മിനശ് ശൈത്താൻ ഒരു ഹദീസില്ലേ, അൽ അജലതു മിനശ് ശൈത്താൻ, ധൃതി ശൈത്താനിൽ നിന്നുള്ളതാണ്. അപ്പൊ ധൃതി കൂട്ടാൻ പാടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ല. അവിടെ വേറൊരു ഹദീസും കൂടി നമ്മൾ വേറെ തന്നെ കേട്ട് ആ ഹദീസും ഈ ഹദീസും തമ്മിൽ പണ്ഡിതന്മാർ ജംഅ് ചെയ്ത് അഥവാ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിന്റെ വ്യാഖ്യാനം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്താ മറ്റൊരു ഹദീസ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അജലത്ത് ധൃതി ശൈത്താനിൽ നിന്നുള്ളതാണെന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്ത്? അത്തുദതു ഫീ കുല്ലി ഷൈഇൻ ഖൈർ ഇല്ലാ ഫീ അമലിൽ ആഖിറ. വളരെ കൃത്യമാണ്. അവധാനത, ഒരു സാവകാശത്വം ഫീ കുല്ലി ഷൈഇൻ ഖൈർ, എല്ലാ കാര്യത്തിലും ഒരു സാവകാശത്വം നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഹദീസ് അവിടെ അവസാനിപ്പിച്ചിട്ടില്ല കേട്ടോ, ഇല്ലാ ഫീ അമലിൽ ആഖിറ, പരലോകത്തേക്ക് ആവശ്യമായ അമലുകളിൽ ഒഴികെ. പരലോകത്ത് നമ്മുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ, പരലോകത്ത് നമുക്ക് സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന അത്തരത്തിലുള്ള അമലുകളിൽ അവധാനത വേണ്ട, സാവകാശത്വം വേണ്ട, പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യത്തിൽ നീ പിന്നെയാവാൻ നീട്ടിവെക്കരുത്. ഹജ്ജ് ഒരാൾക്ക് നിർബന്ധമായി കഴിഞ്ഞാൽ അയാൾ ഉടനെ ഹജ്ജിന് പോകണം. അങ്ങനെ ഉടനെ ഹജ്ജിന് പോവുക? അപ്പൊ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ഈ വർഷത്തത് യാതൊരു പ്രയാസങ്ങളുമില്ലാതെ, ആരൊക്കെ എന്തൊക്കെ ഫിത്നകൾ ആഗ്രഹിച്ചുവോ ഒന്നും നടക്കാതെ, സർവലോക പരിപാലകനായ റബ്ബിന്റെ ളുയൂഫുകൾ, അതിഥികൾ വളരെ സമ്പൂർണമായ സുരക്ഷിതത്വത്തോടുകൂടി ഈ വർഷത്തെ ഹജ്ജ് കഴിഞ്ഞു, അവർ അവസാനിപ്പിച്ചു. അള്ളാഹു അവരിൽ നിന്നും മുമ്പ് ചെയ്തു പോയ നമ്മളിൽ നിന്നും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവർക്കൊക്കെ ആഫിയത്തോടുകൂടി അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകാൻ റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അപ്പൊ ഇക്കൊല്ലത്തെ ചാൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ അവസരം എത്തിയാൽ ഉടനെ ചെയ്യേണ്ട ഹജ്ജ് അതെങ്ങനെയാ? ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞു, ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞു, ഇനി എങ്ങനെ ഉടനെ ചെയ്യൽ? അതിനുള്ള ശേഷി എത്തിക്കഴിഞ്ഞാൽ ഉടനെ തീരുമാനം എടുക്കുക. ആ തീരുമാനം എടുത്താൽ തന്നെ ഹജ്ജിനുള്ള ഒരുക്കത്തിലായി നമ്മൾ. എപ്പോഴാണോ നമുക്കത് നിർബന്ധമായത് ഉടനെ അതിനുള്ള തീരുമാനം എടുക്കുക. പിന്നാവാൻ ഇങ്ങനെ നീട്ടിവെച്ച ഇതങ്ങനെ നീണ്ടു മുമ്പോട്ട് പോകും. അതുകൊണ്ട് ഹജ്ജിന്റെ വിഷയത്തിൽ മാത്രല്ല, ഏതൊക്കെ സൽക്കർമ്മങ്ങൾക്ക് നമുക്ക് അവസരം വന്നു ചേരുന്നുവോ അവസരങ്ങൾ ഉടനെ ചെയ്തുകൊള്ളണം. ഇല്ലെങ്കിൽ രണ്ട് തകരാറുകളുണ്ട്. ഒന്ന് നമ്മിൽ തന്നെ അലസത വരും, രണ്ട് ശൈത്താൻ അലസതയുണ്ടാക്കും. പിന്നേക്ക് നീട്ടിവെച്ചാൽ ഒരാൾ പറയണം, ഞാനൊരു സംരംഭത്തിലേക്ക് 1000 ദിർഹം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മഹത്വങ്ങളും അതിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയിട്ട് അയാളാണ് മനസ്സിൽ തീരുമാനിക്കുക. എന്നാ പിന്നെ ഉടനെ കൊടുത്തോളണം. സമയം നീളുന്തോറും ശൈത്താൻ ഇടപെടും. ഇങ്ങെന്ത് പണിയാ ചെയ്തത്, വിവരക്കേടാ ചെയ്തത്, 1000 ദിർഹമൊക്കെ നീ എഴുതി, നിനക്കെന്തൊക്കെ പ്രയാസം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് 1800, 700, 500, 400 ഒക്കെ ഉണ്ടാക്കും. ചിലപ്പോ ഒന്നുമില്ല, അപ്പൊ എന്താ ചെയ്യാ, നിവൃത്തിയൊന്നുമില്ല. അന്ന് ഞാൻ അങ്ങനെയാണ് പറഞ്ഞതാണ്, ഇപ്പൊ എന്നെ കൊണ്ട് നിവൃത്തിയില്ല എന്നും പറയിപ്പിക്കും. പല കോലത്തിലുണ്ടാകും. സൽക്കർമ്മങ്ങൾക്ക് അവസരം കിട്ടിയ വളരെ പെട്ടെന്ന് ചെയ്തോളണം എന്നാണ്.
ഇതൊക്കെ ഈ തത്വങ്ങളൊക്കെ പണ്ഡിതന്മാര് നമുക്ക് വിശദീകരിച്ചു തരാണ്. ഫല്ലദീ യതസാഖലു മിനൽ ഇബാദ വയതഅഖറു ഫീ അദാഇഹാ, നല്ല നല്ല കാര്യങ്ങൾ ഇബാദത്തുകളിൽ നിന്ന് മാറി നിൽക്കുന്നവയും അതിനെ തൊട്ട് അത് നിർവഹിക്കുന്നതിൽ നിന്ന് പിന്തി നിൽക്കുകയും അതൊരു ഭാരമായി അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്നവൻ സർവശക്തനായ റബ്ബിനോട് മഹബ്ബത്തുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, പണ്ഡിതന്മാര് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബിമാരിൽ നിന്ന് ഒരു പ്രവൃത്തിയിൽ ഒരൽപ്പം ഒരു പിന്നോട്ട് മാറൽ കണ്ടപ്പോൾ അവിടുന്ന് അവരോട് ഗൗരവത്തോടെ പറഞ്ഞു, തഖദ്ദമു, മുന്നോട്ട് വരൂ, മുന്നോട്ട് വരിൻ, ഫഅ്തമ്മു ബി, എന്നെ പിന്തുടരിൻ, വൽയഅ്തമ്മ ബികും മൻ ബഅദകും, നിങ്ങളെ കണ്ടിട്ട് വേണം നിങ്ങളുടെ ശേഷക്കാര് നിങ്ങളെ പിന്തുടരാൻ. അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരെ, നിങ്ങളെ കണ്ട് മറ്റുള്ളവരെ പിന്തുടരട്ടെ. ലാ യസാലു ഖൗമുൻ യതഅഖറൂൻ, ഒരു ജനത സൽകാര്യങ്ങളിൽ നിന്ന് പിറകോട്ടടിക്കുമ്പോഴെല്ലാം ഹത്താ യുഅഖിറഹുമുല്ലാഹ്, അല്ലാഹു അവരുടെയും കാര്യം പിറകോട്ട് വെക്കും. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. അപ്പൊ സൽക്കർമ്മങ്ങളിൽ ആവേശം കാണിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യുദ്ധത്തിന് ആഹ്വാനം നടത്തിയ സംഭവം പറയുന്നുണ്ട്. ഏറ്റവും കഠിനകഠോരമായ ചൂടുള്ള ഒരു സമയത്ത് ഉഷ്ണം കത്തി നിൽക്കുന്ന കാലം, ഉഷ്ണം കത്തി നിൽക്കുന്ന കാലത്താണല്ലോ അറേബ്യൻ മണലാരണ്യത്തിലുള്ള ഈത്തപ്പഴങ്ങളും വിഭവങ്ങളും ഒക്കെ വളർന്ന് പന്തലിച്ച് വലുതായി അതിന്റെ പഴങ്ങൾ പറിച്ചെടുക്കാനുള്ള സമയമാവുക. ആ സമയത്തായിരുന്നു തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനം. ആ സമയത്ത് യുദ്ധത്തിന് ആഹ്വാനം ചെയ്തപ്പോ പലരും പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ട് ഒഴിവാകുകയാണ്, യുദ്ധത്തിനുമില്ല. ആ സമയത്ത് അള്ളാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ് إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل. സൂറത്ത് തൗബ 38-ാമത്തെ ആയത്ത്. വിശ്വാസികളെ, മാലക്കും നിങ്ങൾക്ക് എന്താ പറ്റിയത്? അല്ലാഹു അന്ന് ചോദിച്ചതാണ്. വിശ്വാസികളിൽ നിന്നാ അങ്ങനെ സംഭവിച്ചത്. മുഅ്മിനുകളെ, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെട്ടാൽ, ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടൂ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ, ഇസ്സാഖൽതും ഇലൽ അർളി, നിങ്ങൾ ഭൂമിയിലേക്ക് കനം തൂങ്ങുകയാണോ? അങ്ങോട്ട് പോകാൻ പറയുമ്പോ എന്താ അവിടെ അങ്ങനെ കനം തൂങ്ങിയിട്ട് അവിടെ തന്നെ നിൽക്കണെന്താ? പോകാത്തെന്താ? നിങ്ങളെന്താ ഈ പിന്തി നിൽക്കുന്നത്? അള്ളാഹ്ക്ക് കാരണം അറിയാം. അതുകൊണ്ട് അടുത്ത വാചകം നോക്കൂ, അറദീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ, പരലോകത്ത് കിട്ടാനുള്ള സുഖ സൗകര്യങ്ങളെക്കാളും നിങ്ങൾ ദുനിയാവിന്റെ സുഖങ്ങളെയാണോ തൃപ്തിപ്പെട്ടിരിക്കുന്നത്? ഇവിടുത്തെ ചൂടാണോ നിങ്ങൾക്ക് വലുത്? ഇവിടെയുള്ള പഴവർഗ്ഗങ്ങളാണോ നിങ്ങൾക്ക് വലുത്? പരലോകത്തെ നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ ദുന്യാവ് കൊണ്ട് തൃപ്തിപ്പെടുന്നുവോ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞേക്കണം, ഫമാമതാഉൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തിലെ ചരക്കുകളൊക്കെയും വിഭവങ്ങളൊക്കെയും ഫിൽ ആഖിറത്തി, പരലോകത്തെ അപേക്ഷിച്ചു നോക്കുമ്പോ ഇല്ലാ ഖലീൽ, അത് വളരെ തുച്ഛമാകുന്നു വിശ്വാസികളെ. അതുകൊണ്ട് നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സൽക്കർമ്മത്തിന് ഇറങ്ങി പുറപ്പെടാതെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ മാറി നിൽക്കരുതേ എന്ന് അല്ലാഹു പറയാണ്. എന്നിട്ട് അടുത്ത ആയത്ത് എന്താ അറിയോ? ഇല്ലാ തൻഫിറൂ, നിങ്ങൾ പുറപ്പെടാൻ തയ്യാറില്ലെങ്കിൽ യുഅദ്ദിബുക്കും അദാബൻ അലീമാ, വേദനാജനകമായ ശിക്ഷ അവൻ നിങ്ങളെ ശിക്ഷിക്കും. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്തൊരു ജനതനെ അല്ലാഹു പകരം കൊണ്ടുവരുന്നു. അള്ളാന്റെ ദീൻ ഇവിടെ നിലനിൽക്കും. ഞാനതിന് തയ്യാറില്ല, എനിക്കതിന് ഒഴിവില്ല എന്നുണ്ടെങ്കിൽ അള്ളാന്റെ ദീൻ നശിക്കൊന്നുമില്ല. അള്ളാഹ് അപ്പൊ വേറൊരു കൂട്ടരന് കൊണ്ടുവരും. എന്നിട്ട് അള്ളാന്റെ ദീൻ അവര് ശരിക്ക് ദഅവത്ത് നടത്തും. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ അലസനായ എനിക്ക് പോയി എന്നാ അള്ളാഹ് പറയുന്നത്. ഞാൻ പ്രവർത്തിച്ചില്ല, ഞാൻ ദഅവത്ത് നടത്തിയില്ല വിചാരിച്ച അള്ളാന്റെ ഇസ്ലാം ഇവിടുന്ന് പൊളിഞ്ഞൊന്നും പോകില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോന്നാ അള്ളാഹ് പറയുന്നത്. നിങ്ങൾ തയ്യാറില്ലേ?
കഠിനകഠോരമായ ശിക്ഷ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാത്രല്ല, എന്റെ ദീനിവിടെ ഒന്നും സംഭവിക്കൂല. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്തൊരു ജനതയെ ഞാൻ പകരം കൊണ്ടുവരും. ഇതിൽ നിന്നും നമ്മൾ ഒരു പാഠം പഠിക്കണം. ദഅ്വാ രംഗത്ത് നിന്ന് ആരെങ്കിലും ഉൾവലിഞ്ഞാൽ നഷ്ടം അവനാണ്. ഞാൻ ഉൾവലിഞ്ഞാൽ എനിക്ക് നഷ്ടം എന്നല്ലാതെ എന്താ? ആരൊക്കെ രംഗത്ത് നിന്ന് ഉൾവലിയുന്നുവോ അവന് നഷ്ടം. അള്ളാന്റെ ദീനിന് വല്ല ബോറൽ വലിക്കോ ഇല്ല. അതിവിടെ അള്ള ഒരാളല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് പകരാണെന്ന് നടത്തും, അവൻ പൂർത്തിയാക്കും. അള്ളാഹുവിന്റെ പ്രകാശത്തെ അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികൾക്ക് അതെത്ര വെറുപ്പാണെങ്കിൽ. അവ നമ്മൾ സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നത് എന്തിനാ? നമുക്ക് വേണ്ടിയാണ്. മനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സിഹി, ആര് നേർമാർഗം പ്രാപിക്കുന്നുവോ അവൻ നേർമാർഗം പ്രാപിക്കുന്നത് അവനവന് വേണ്ടി തന്നെയാണ്. വമൻ ضل فإنما يضل عليها, ആര് വഴിതെറ്റിപ്പോകുന്നുവോ അവനെതിരിൽ തന്നെയാണ് അവന്റെ വഴിതെറ്റൽ സംഭവിച്ചു പോകുന്നത്. വളരെ കൃത്യമായി അല്ലാഹു തആല പറഞ്ഞതാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരണം എന്ന് ഈ ആയത്തിലൂടെ പണ്ഡിത ലോകം നമുക്ക് മെസ്സേജ് തരികയാണ്. അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ വാചകത്തിലൂടെ. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നതെന്ന ചോദ്യത്തിന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മറുപടി വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ, എന്റെ രക്ഷിതാവേ, ഞാൻ നിന്നിലേക്ക് ധൃതി കൂട്ടി വന്നിരിക്കുന്നത് നീ തൃപ്തിപ്പെടാൻ വേണ്ടി തന്നെയാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അത് പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിന് അദ്ദേഹം വിട്ടേച്ചു പോകുന്ന ഖൗമിന്റെ സ്ഥിതി എന്താന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക മിൻ ബഅദിക, ഖാല ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക മിൻ ബഅദിക വഅദല്ലഹുമുസ് സാമിരി. അല്ലാഹ് പറഞ്ഞു ഫഇന്നാ ഖദ് ഫതന്നാ, നിശ്ചയം നാം പരീക്ഷിച്ചിരിക്കുകയാണ്. ഖൗമക, നിന്റെ ജനതയെ, മിൻ ബഅദിക, നീ പോന്നതിന്റെ ശേഷം. മൂസാ നബി അലൈഹിസ്സലാം ഹാറൂൻ നബിയോട് പകരമാക്കിയിട്ട് ഇങ്ങോട്ട് പോന്ന് അധിക ദിവസമായിട്ടില്ല, 40 ദിവസമാവുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് നിന്റെ ജനതയിൽ ഫിത്ന ഉണ്ടായിട്ടുണ്ട്. വഅദല്ലഹുമുസ് സാമിരി, സാമിരി എന്ന് പറയുന്നവര് ദുഷ്ടൻ അവരെ വഴിതെറ്റിച്ച് കളഞ്ഞിട്ടുണ്ട്. മൂസാ, സാമിരി എന്ന് പറയുന്ന ഒരാള് മൂസാ നബി വിട്ടേച്ചു പോകുന്ന ഖൗമിലുണ്ട്. അയാള് അവരെ പഴപ്പിച്ചിട്ടുണ്ട്. ഈ വിവരം മൂസാ നബിക്ക് അറിയില്ല. അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ ജനങ്ങളെ അവിടെ ഏൽപ്പിച്ചു പോന്നതാ. ഇവിടെ വന്ന് 40-ാമത്തെ ദിവസം ഇതൊക്കെ പൂർത്തിയായി കിട്ടി മടങ്ങിപ്പോകാൻ നേരത്ത് കിട്ടുന്ന ന്യൂസ് ഇതാണ്. തന്റെ ജനത അവിടെ വളരെ പഴച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആകെ പ്രശ്നത്തിലാണ്. അവരാകെയും വഴിതെറ്റിപ്പോയിട്ടുണ്ട്. താൻ പഠിപ്പിച്ച ആദർശത്തിൽ നിന്നവർ മാറിപ്പോയിരിക്കുന്നു എന്ന ഏറ്റവും മഹാനവറുകളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ന്യൂസാണ് കിട്ടിയത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കറകളഞ്ഞ നസീഹത്തുള്ള ജനങ്ങൾ നന്നാവണം, ജനങ്ങളോട് ഗുണകാംക്ഷ നിർഭരമായ മനസ്സോടെ ദഅവത്ത് നടത്തുന്ന ആ പ്രബോധകന്റെ മനസ്സ് വിങ്ങുകയാണ്. സഹിക്കാൻ കഴിയുന്നില്ല. മനസ്സിൽ ദേഷ്യവും സങ്കടവും ഒക്കെ കൂടിയാവില്ല. അല്ലാഹു അതിനെ കുറിച്ച് പറയാം. ഫറജഅ മൂസാ ഇലാ ഖൗമിഹി ഗദ്ബാന അസിഫാ, فرجع موسى إلى قومه غضبان أسفا قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم موعدي. سورة طه. فرجع موسى, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങി. ഇലാ ഖൗമിഹി, തന്റെ ജനതയുടെ അടുക്കേക്ക് മടങ്ങുകയാണ്. എങ്ങനെയാ മടങ്ങുന്നത്? ഗദ്ബാന, അത്യന്തം കോപാകുലനായിക്കൊണ്ട്, അസിഫാ, ഏറെ വ്യാകുല ചിത്തനായിക്കൊണ്ട്, ഏറെ ദുഃഖം പേറിക്കൊണ്ട്. സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, ദേഷ്യമുണ്ട്. എന്റെ ജനത ഇങ്ങനെ ആയല്ലോ എന്നുള്ള സങ്കടം, അടക്കാനാവാത്ത ദുഃഖം. ആ ജനത എന്താണ് അവരിങ്ങനെ ചെയ്തത് എന്ന് ഗദ്ബാൻ, ദേഷ്യവും സങ്കടവും സഹിക്കവയ്യാതെ മഹാനവറുകൾ മടങ്ങിപ്പോവുകയാണ്.
എന്നിട്ട് അവിടെ എത്തിയപ്പോ വിശുദ്ധ ഖുർആൻ പറയാണ്, അദ്ദേഹം ചോദിച്ചു, യാ ഖൗം, എന്റെ ജനങ്ങളെ, അലം യഅദുകും റബ്ബുകും വഅദൻ ഹസനാ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ഏറ്റവും മെച്ചപ്പെട്ട കരാറ് പറഞ്ഞിരുന്നില്ലയോ? നിങ്ങൾക്ക് ഗുണത്തിനുള്ള കാര്യത്തിനാണ് മൂസ വരുന്നത്, മാർഗദർശനം കിട്ടും, വേദഗ്രന്ഥം കിട്ടും എന്നൊക്കെ അള്ളാന്റെ ഓഫർ ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ നിങ്ങൾ കേട്ടവരല്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അലം യഅദുകും റബ്ബുകും വഅദൻ ഹസനാ, ഏറ്റവും നല്ല കരാർ നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് എടുത്തിട്ടില്ലായിരുന്നുവോ? അഫതാല അലൈക്കുമുൽ അഹ്ദു, അതൊക്കെ പറഞ്ഞിട്ട് കാലം നിങ്ങൾക്ക് അതോ ഒരുപാട് കാലം ദീർഘിച്ചുവോ? ഇതൊന്നും പറഞ്ഞിട്ട് കാലം അധികമായിട്ടില്ലല്ലോ എന്റെ ജനങ്ങളെ, അതോ നിങ്ങൾക്ക് കാലഘട്ടം ദീർഘിച്ചു പോയോ? അതല്ലാറത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ അയ്യഹില്ലൈക്കും നിങ്ങളിൽ ഇറങ്ങാൻ, ഗളബും മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള കോപം ഇറങ്ങാൻ, ഫഖലഫ്തും മൗഇദി, അങ്ങനെ നിങ്ങൾ എന്റെ കരാറിനെ നിങ്ങൾ ലംഘിച്ചു കളഞ്ഞുവല്ലോ. എന്ത് പണിയാ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ എന്റെ കരാർ ലംഘിച്ചില്ലേ എന്നിങ്ങനെ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്. മാത്രമല്ല സൂറത്തുൽ അഅറാഫിലെ 150-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇങ്ങനെയാ പറഞ്ഞത്, വലമ്മാ റജഅ മൂസ ഇലാ ഖൗമിഹി ഗദ്ബാന അസിഫാ, മൂസ തന്റെ ജനതയിലേക്ക് ദുഃഖത്തോടെ കോപത്തോടെ മടങ്ങിച്ചെന്നപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ബിഇസമാ ഖലഫ്തുമൂനി മിൻ ബഅദി, ഞാൻ പോയതിന്റെ ശേഷം നിങ്ങൾ എന്താണ് പിന്നീട് ചെയ്തത്? എത്ര ചീത്തയായ പണിയാ നിങ്ങൾ ചെയ്തത്? അജിൽതും അംറ റബ്ബിക്കും, റബ്ബിന്റെ കൽപ്പനക്ക് കാത്തിരിക്കാതെ നിങ്ങൾ തിരക്ക് കൂട്ടിയോ? നിങ്ങൾ ആ കൽപ്പന ഒന്ന് വന്ന് നിങ്ങൾക്ക് സതുപദേശം കിട്ടി ആ ഗ്രന്ഥവുമായി നിങ്ങളുടെ സമീപത്തേക്ക് എത്തുന്നതിന്റെ മുമ്പേ നിങ്ങൾ തിരക്ക് കൂട്ടി വഴിതെറ്റിപ്പോയല്ലോ. സങ്കടം സഹിക്കവയ്യാതെ ദേഷ്യം പിടിച്ച് തൗറാത്തിന്റെ പലകകൾ നിലത്തേക്കിട്ടു. തൗറാത്തിന്റെ പലകകൾ ദേഷ്യം പിടിച്ച് സങ്കടം സഹിക്കാതെ താഴേക്ക്. തീർന്നില്ല, ഹാറൂനിന്റെ തന്റെ സഹോദരന്റെ തല പിടിച്ചു, യജുറുഹു ഇലൈഹി, തന്നിലേക്ക് പിടിച്ചു വലിക്കാൻ തുടങ്ങി. മറ്റൊരു സ്ഥലത്ത് തലയും താടിയും പിടിച്ചു എന്നാ നമുക്ക് മനസ്സിലാകുന്നു. താടിക്കും തലക്കൂടി പിടിച്ചു വലിച്ചു ദേഷ്യം കൊണ്ട്. എന്താണ് ഈ കാണിച്ചത് എന്ന് ജനതയോട് ചോദിച്ചു, ഹാറൂൻ നബിയോടും ചോദിക്കണം. ജനങ്ങൾ മറുപടി പറയാണ്, ഖാലൂ മാ ഖലഫ്നാ മൗഇദക ബിമൽകിനാ വലാകിന്നാ ഹുമ്മിൽനാ ഔസാറൻ മിൻ സീനത്തിൽ ഖൗമി ഫഖദഫ്നാഹാ ഫകദാലിക അൽഖസ് സാമിരി فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي أفلا يرون ألا يرجع إليهم قولا ولا يملك لهم ضرا ولا نفعا ولقد قال لهم هارون من قبل يا قوم إنما فتنتم به وإن ربكم الرحمن فاتبعوني وأطيعوا أمري قالوا لن نبرح عليه عاكفين حتى يرجع إلينا موسى. വിശദമായി സൂറത്തു ത്വാഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നു. ആ ജനങ്ങളോട് ഇതൊക്കെ മൂസ നബി അലൈഹിസ്സലാം ദേഷ്യത്തോടെ ചോദിച്ചല്ലോ, നിങ്ങൾ എന്റെ കരാർ ലംഘിച്ചോ? അപ്പൊ ആ ജനങ്ങൾ പറയാണ്, മാ ഖലഫ്നാ മൗഇദക, നിന്നോടുള്ള കരാർ ഞങ്ങൾ ലംഘിച്ചതല്ല. ബിമൽകിന, ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ലംഘിച്ചതല്ല. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടോ ഞങ്ങളുടെ ഹിതപ്രകാരവും ഞങ്ങളുടെ തീരുമാനപ്രകാരവും ഒന്നും ഞങ്ങൾ നിന്റെ കൽപ്പന ലംഘിച്ചിട്ടില്ല.
വലാകിന്ന, പിന്നെ എന്താ ഉണ്ടായത്? പക്ഷേ ഞങ്ങൾ ഹുമ്മിൽന, ഞങ്ങൾ വഹിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഔസാറൻ, ചില ഭാരങ്ങൾ, മിൻ സീനത്തിൽ ഖൗമി, ഈജിപ്ഷ്യൻ ജനതയുടെ അലങ്കാരങ്ങളിൽ നിന്നുള്ള ചില ഭാരങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അഥവാ കുറെ സ്വർണത്തിന്റെ ആഭരണങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. സ്വർണവും വെള്ളിയൊക്കെ അടങ്ങുന്ന കുറെ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളൊക്കെ ഈജിപ്തിൽ നിന്ന് പോരുമ്പോ ഇവരുടെ കൈകളിലുണ്ട്. അത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ അത് ഇട്ട് കളഞ്ഞപ്പോ ഫകദാലിക, അപ്രകാരം അൽഖ സാമിരി, സാമിരി അതൊക്കെ എടുത്തിട്ട് തീയിലിട്ടിട്ട് ഈ ആഭരണങ്ങൾ, സ്വർണം ഇതൊക്കെ കൂടി ഉരുക്കി ഉണ്ടാക്കിയിട്ട് ഫഅഖറജ ലഹും ഇജ്ലൻ, അവർക്ക് വേണ്ടി അയാൾ നിർമ്മിച്ചു കൊടുത്തു ജസദൻ, ഒരു ബോഡി, ലഹു ഖുവാർ, ഒരു കാളക്കുട്ടിയുടെ ബോഡിയാ ഉണ്ടാക്കി കൊടുത്തു, ഒരു പശുവിന്റെ. ലഹു ഖുവാർ, അതിന് മുക്കറയിടുന്ന ശബ്ദം ഉണ്ടാക്കി കൊടുത്തു. അവൻ അതിവിദഗ്ധമായിട്ട് അവന്റെ കരകൗശല വിദ്യയിലൂടെ അവൻ ഈ ആഭരണങ്ങൾ, ഈ ജനങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണൊക്കെ ഉരുക്കി കൂട്ടിയിട്ട് അതുകൊണ്ട് ഒരു പശുവിന്റെ, അതല്ലെങ്കിൽ ഒരു കുട്ടന്റെ, ഒരു മൂരിക്കുട്ടന്റെ, ഒരു കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കിയിട്ട് അതിനൊരു പ്രത്യേകമായ രൂപത്തിൽ അവന്റെ ചില കൈക്രിയകളൊക്കെ നടത്തിയിട്ട് കാറ്റിന്റെ ഒരു ദിശയിലേക്ക് തിരിച്ചു വെക്കുമ്പോ അതിന്റെ ഒരു ഭാഗത്തുകൂടെ പോകുന്ന കാറ്റ് മറുഭാഗത്തുകൂടെ പോയിട്ട് ഒരു മുക്കറയിടുന്ന ശബ്ദം ഉണ്ടാക്കുന്ന കോലത്തിൽ ജനങ്ങൾക്ക് ഒരു പശുക്കുട്ടിയെ അവൻ ഉണ്ടാക്കി കൊടുത്ത ചങ്ങാതിയാരാ? സാമിരി. എന്നിട്ട് അവൻ പറഞ്ഞു, ഹാദാ ഇലാഹുക്കും, ഇതാ നിങ്ങളുടെ ഇലാഹ്, വഇലാഹു മൂസ, മൂസയുടെയും ഇലാഹ് വാസ്തവത്തിൽ ഇതന്നെ. ഫനസിയ, പക്ഷെ മൂപ്പര് മറന്നതാ. ഈ ചങ്ങാതി ചെയ്ത പണിയാണ്. മഹാനായ നേതാവ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവരിൽ നിന്ന് വിട്ടു നിന്നിട്ട് 40 ദിവസം ആകുന്നേ ഉള്ളൂ. ആരായി സമൂഹം എന്നോർക്കണം. ആവർത്തിക്കുന്നില്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എമ്പാടും പറഞ്ഞതാ. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കണ്ടുവന്ന ജനങ്ങൾ നേർക്ക് നേരെ ഫറോവയുടെ, അവന്റെ ശിർക്കിന്റെ ഗൗരവം കാരണത്താൽ ഫറോവയുടെ ജനതക്ക് അള്ളാഹു കൊടുത്ത തൂഫാന്, ജറാദ്, കുമ്മല്, ലഫാദിഅ്, ദമ്, ഇതൊക്കെ കണ്ടു പരിചയിച്ച സമൂഹം. ഇൻഫിലാഖുൽ ബഹർ, സമുദ്രം പിളർന്ന് മുശ്രിക്കുകളെ മുക്കിക്കൊന്നത് കണ്ട സമൂഹം. ആ സമൂഹമാണ് മൂസാ നബി. അല്ല, വഴിക്കച്ചെട്ടെന്നെ ചോദിച്ചല്ലോ, ഞങ്ങൾക്കും വേണൊരു ഇലാഹ് ഇവർക്കുള്ളത് പോലെ. സ്വഭാവത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന നേതാവ് 40 ദിവസം ഒന്ന് മാറി നിന്നപ്പോഴേക്ക് ഇവിടെ കാളക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് പൂജ തുടങ്ങി, പശുപൂജ തുടങ്ങി, ഗോപൂജ തുടങ്ങി. തുടക്കം കുറിച്ചവൻ സാമിരി. അവൻ ജനങ്ങളോട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഇലാഹ്. നിങ്ങളുടെ ഇലാഹ് മാത്രമല്ല, ഇലാഹു മൂസ, മൂസയുടെയും ആരാധ്യൻ ഇത് തന്നെയാണ്. ഫനസിയ, പക്ഷെ മൂപ്പര് മറന്നതാണിത്. മൂപ്പര് അതുകൊണ്ടാണ് പോയിട്ട് വരാൻ വൈകണത്. 30 ദിവസം പറഞ്ഞിട്ടല്ലേ പോയത്. ഇപ്പൊ അവിടെ എത്തിയപ്പോ കാണാനല്ലോ. അതുകൊണ്ട് മൂപ്പര് വരാൻ വൈകണത് തന്നെ ഇതിനെ അന്വേഷിക്കണം. അത് ഇവിടെ കിട്ടിയ വിവരം മൂപ്പർക്ക് അറിയോ? ഇങ്ങനെയൊക്കെയാണ് ഈ ചങ്ങാതി പറഞ്ഞു പഠിപ്പിച്ചത്. മൂപ്പരാവും തെരഞ്ഞു പൈക്ക, ഇതിനെ തെരഞ്ഞിട്ടാ മൂസ വഹിക്കണത്. പക്ഷെ നമ്മളിവിടെ ഇതിനെ കിട്ടിയ വിവരം മൂപ്പരിക്കൊണ്ടോ അറിയണം. മൂപ്പര് മറന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതിനെയാണ് ഇനി പൂജിക്കേണ്ടത്, ആരാധിക്കേണ്ടത്. അല്ലാഹു പറയുന്നു, അഫലാ യറൗന, ആ ജനതക്ക് ചിന്തിച്ചുകൂടെ, അവർക്ക് കണ്ടുകൂടെ, അല്ലാ യർജിഉ ഇലൈഹിം ഖൗലാ, ഇത് കേവലം ഒരു ബിംബമല്ലേ, അത് അവരോട് വല്ല വാക്കും പറയുമോ, വല്ല വാക്കും അവരോട് മടക്കി പറയുമോ? വലാ യംലികു ലഹും, അവർക്ക് ഉടമപ്പെടുത്തി കൊടുക്കാനും ഇതിന് കഴിവില്ലല്ലോ. ദർറൻ വലാ നഫ്ആ, ഒരു ഉപകാരമാവട്ടെ ഒരു ഉപദ്രവമാവട്ടെ ചെയ്യാൻ ഇതിനെ കൊണ്ട് സാധ്യമല്ലെന്ന് അവർക്കറിയില്ലേ. ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവർ ഈ പ്രവർത്തനം തുടങ്ങിയത് കണ്ടപ്പോ തന്നെ ശക്തമായി എതിർക്കാൻ തുടങ്ങി. വലഖദ് ഖാല ലഹും ഹാറൂനു മിൻ ഖബൽ, ഹാറൂൻ അലൈഹിസ്സലാം മുമ്പ് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതവര് തുടക്കം കുറിച്ചപ്പോ തന്നെ പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇന്നമാ ഫുതിൻതും ബിഹി, നിശ്ചയമായും നിങ്ങൾ ഫിത്നയിൽ അകപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടിരിക്കുക തന്നെയാണ്. ഇതൊന്നുമല്ല നിങ്ങളുടെ ഇലാഹ്. വഇന്ന റബ്ബക്കുമുർ റഹ്മാൻ, നിങ്ങളുടെ രക്ഷിതാവ് റഹ്മാനായ അല്ലാഹയാണ്, പരമകാരുണികനായ റബ്ബാണ് നിങ്ങളുടെ രക്ഷിതാവ്. ആ റഹ്മാനാണ് നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് ഫത്തബിഊനി, എന്നെ പിൻപറ്റണേ ജനങ്ങളെ. വാതിഉ അംരി,
എന്റെ കൽപ്പനകൾ അനുസരിക്കണേ. ഈ പഴച്ചവന്റെ വാക്ക് കേൾക്കല്ല, അവന്റെ പിറകെ കൂടല്ല, അവന്റെ വാക്കുകൾ കേട്ട് അതിനെ അനുസരിച്ച് പിന്നാലെ പോയി അപകടത്തിലേക്ക് ചാടല്ല ജനങ്ങളെ. ഞാനാണ് നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതൻ, റഹ്മാനായ റബ്ബാണ് നിങ്ങളുടെ രക്ഷിതാവ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ പിൻപറ്റുവീൻ, എന്റെ കാര്യങ്ങൾ, എന്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കണേ. പക്ഷേ ഖാലൂ, ആ ജനത പ്രതികരിച്ചത് എന്താണ്? ആ ജനത എന്താ പറഞ്ഞത്? അംഗീകരിച്ചോ? ലൻ നബ്റഹ അലൈഹി ആകിഫീൻ, ഞങ്ങൾ ഇതിന്റെ ചുറ്റും എഴുത്തിക്കാഫിരിക്കന്നെ ചെയ്യും. ഞങ്ങൾ ഇതിന്റെ മുമ്പിൽ ഭജന പാടും, ഇതിന്റെ മുമ്പിൽ ഭജനമിരിക്കും, അങ്ങനെ തന്നെ ഇരിക്കും. ഇനി പറയണൊന്നും ഇപ്പൊ ഇവിടെ നിന്നൊന്നും പറയണ്ട. ഹത്താ യർജിഅ ഇലൈനാ മൂസ, കണ്ടീഷൻ മൂസ മടങ്ങിയരോളം ഞങ്ങൾ ഈ പണി ചെയ്യും. മൂസാ നബി വരട്ടെ. ഇയാള് പറഞ്ഞതല്ല, മൂസ മറന്നിട്ട് അത് അന്വേഷിച്ചു പോയതാണ്. നമുക്കിവിടെ സംഗതി കിട്ടിപ്പോയിണ്, അവിടുത്തെ എല്ലാരും റബ്ബന്. അപ്പൊ മൂസ വരട്ടെ, അതുവരെ ഞങ്ങൾ ഇതിനെ എത്തിക്കാഫും ഇതിന്റെ ചുറ്റും ഭജനയിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കഴിച്ചു കൂട്ടുക തന്നെ ചെയ്യും എന്നാണ് അവര് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്. അതിന്റെ ശേഷം മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ നബി അലൈഹി സ്വലാമിനോട് കർക്കശമായ സ്വരത്തിൽ ചില കാര്യങ്ങൾ ചോദിക്കുന്ന ഭാഗമാണ് അടുത്ത് പിന്നീട് അല്ലാഹു തആല പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്നുകൊണ്ട് നമുക്ക് വിശദീകരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് പകർത്തുവാനും ശ്രവിക്കുവാനും പിന്തുടരാനുമുള്ള മാതൃകകളെ ശരിക്കും ഗ്രഹിച്ച് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാ അർത്ഥത്തിലും നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേർപാതയിൽ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ അസുഖങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.